രാഷ്ട്രീയം സെന്തിൽ ബാലാജിയുടെ അറസ്റ്റോടെ കലുഷിതമായി തുടരുകയാണ്. ഇതോടെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കേന്ദ്രവും തമ്മിലുള്ള പോര് രൂക്ഷമാകുവാനുള്ള വഴിയൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എം.കെ. സ്റ്റാലിൻ മന്ത്രിസഭയിലെ പ്രധാനികളിൽ ഒരാളായ വി സെന്തിൽ ബാലാജിയെ ED അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് എക്സൈസ്, വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ബാലാജി. നേരത്തെ ജയലളിതയുടെ 2011 മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ബാലാജി. അക്കാലത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ഡ്രൈവർമാരായും കണ്ടക്ടർമാരായും നിയമിക്കുന്നതിനായി വിവിധ വ്യക്തികളിൽ നിന്ന് പണം കൈപ്പറ്റിയതായി ആരോപണം ഉയരുകയായിരുന്നു. തുടർന്ന് ജയലളിതയുടെ മരണശേഷം DMK-യിലേക്ക് എത്തിയ ബാലാജി കോക്കു മേഖലയിൽ അതിശക്തനായി മാറി. തുടർന്ന് 2021 സ്റ്റാലിൻ മന്ത്രിസഭയിൽ മന്ത്രിയായി അധികാരമേൽക്കുന്നത്. സ്റ്റാലിൻ കേന്ദ്രം പോരാട്ടം ആരംഭിച്ചതോടെയാണ് DMK മന്ത്രിമാർക്കെതിരെ വലവിരിക്കുവാനുള്ള തീരുമാനവുമായി കേന്ദ്രം മുന്നോട്ടു പോയത്. അതിനിടയിൽ കോയമ്പത്തൂർ ജില്ലയുടെ ചുമതലയുള്ള സെന്തിൽ ബാലാജി BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുമായി കൊമ്പുകോർക്കുകയും ചെയ്തെന്നാണ് കേന്ദ്രത്തെ കൂടുതൽ ചൊടിപ്പിച്ചത്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സെന്തിലിനെതിരെ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ബാലാജിക്കെതിരെ 3 FIR-കൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ബാലാജിക്കും മറ്റുള്ളവർക്കുമെതിരെ 2021 ജൂലൈയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ED അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്നാണ് ED കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലും വീട്ടിലുമായി റെയ്ഡ് നടത്തിയത്. റെയ്ഡിനൊടുവിൽ 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം സെന്തിൽ ബാലാജിയെ ED അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ED സെക്രട്ടേറിയറ്റിൽ കയറിയതോടെ DMK BJP-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. അറസ്റ്റിനൊടുവിൽ ബാലാജിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന മന്ത്രി സെന്തിൽ ബാലാജിയെ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. BJP-യുടെ വൈരാഗ്യ നടപടി മാത്രമായി ഈ സംഭവത്തെ കാണുവാൻ കഴിയൂ എന്നാണ് സ്റ്റാലിൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇതിന് 2024 ജനം മറുപടി നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതുവരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് തീർത്തും മനുഷ്യത്വരഹിതമായ സമീപനമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. കേന്ദ്ര നടപടിയെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വവും രംഗത്ത് വന്നു. സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിനെ തുടർന്ന് പരസ്യമായ പ്രതികരണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തെത്തിയിരിക്കുകയാണ്. എതിർക്കുന്നവരെ മോദി സർക്കാർ വേട്ടയാടുന്നുവെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തെ ഒരാളും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഖാർഗെ പറഞ്ഞു. സെന്തിൽ ബാലാജിയെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പ്രതിഷേധം ഉയരുകയാണ്. ഇതിനിടയിൽ സെന്തിൽ ബാലാജിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിക്ക് പുറത്ത് കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. പ്രതികരിക്കുന്നവരുടെ നാവടപ്പിക്കുന്ന ഭരണകൂട ഭീകരതയുടെ മറ്റൊരു മുഖമെന്ന നിലയിലാണ് ഇത് പ്രതിപക്ഷ രാഷ്ട്രീയം വിലയിരുത്തുന്നത്. രാഷ്ട്രീയ തർക്കങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മറുപടി പറയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം അധപ്പതിച്ചു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും ഉയരുന്ന സാഹചര്യത്തിൽ സെന്തിൽ ബാലാജിയുടെ തെറ്റുകളും ന്യായീകരിക്കുവാൻ കഴിയും.